ഓം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ആത്മഭാവങ്ങളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം എല്ലാ ഇനത്തിലും നിറഞ്ഞിരിക്കുന്ന കരു ഒന്നു തന്നെ. സൃഷ്ടിക്കാദികാരണമായ അഖണ്ഡബോധമാകുന്ന സമുദ്രത്തിൽ നിന്നും വേർതിരിഞ്ഞ് പൊന്തിവരുന്ന സൃഷ്ടി ദൃശ്യങ്ങൾക്കെല്ലാം കാതലായ അംശമാണ് വർഗമെന്നറിയപ്പെടുന്നത്. സമുദ്രത്തിലെ വെള്ളം, തിര, കുമിള എന്നിവയ്ക്കെല്ലാം ആദികാരണമായി വർത്തിക്കുന്നത് പോലെ അഖണ്ഡബോധം തന്നെയാണ് എല്ലാ ഇനത്തിലും ആദികാരണമായി വർദ്ധിക്കുന്നത്. പ്രിയനെ, സായാഹ്നമായപ്പോഴേക്കും കടൽ തീരം ധാരാളം സന്ദർശകരെ കൊണ്ട് നിറഞ്ഞു. സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ടവരും പ്രായത്തിന്റെ പല ഘട്ടങ്ങളിൽപ്പെട്ടവരുമാണ് ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അവരുടെയെല്ലാം മാനസിക നിലകൾ വ്യത്യസ്തങ്ങളാണ്. പക്ഷേ കടലിന്റെ ശാന്തവും ഗംഭീരവുമായ ഭാവങ്ങളും ചക്രവാളസീമയിലെ വർണ്ണവിസ്മയങ്ങളും ഇടവേളകൾ കൂടാതെയുള്ള കാറ്റിന്റെ തഴുകലും കുട്ടികളുടെ കളിച്ചിരികളും തിരകളുടെ വരവും പോക്കും പോലെ എല്ലാം കൂടിച്ചേരുമ്പോൾ സന്ദർശകരുടെയെല്ലാം വ്യത്യസ്തമായ മാനസിക നിലകളിൽ ഒരു ലഘുത്വം ഉണ്ടാകുകയും അത് ക്രമേണ ഒരു ഏകീഭാവത്തിന്റെ നിലയിലേക്ക് പരിവർത്തനപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഏകീഭാവത്തിലേക്കുള്ള താതാത്മ്യപ്പെടലിന് കാരണമായി തീരുന്നത് ഒരു അറിവാണ്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള വസ്തുഘടകങ്ങളെയും ഇനം തിരിച്ചറിയുന്നതും ഒരു അറിവ് കൊണ്ടാണ്. ഈ അറിവാകട്ടെ ഒരു മഹാസമുദ്രം പോലെ പ്രപഞ്ചമാകെ നിറഞ്ഞു വിലസുന്നു. സമുദ്രത്തിൽ നിന്നും ഉണ്ടായി വരുന്ന തിരകളും പതയും കുമിളകളുമൊക്കെ വേറെ വേറെ ഇനങ്ങളായി തോന്നിക്കുന്നുവെങ്കിലും അവയിലെല്ലാം നിറഞ്ഞിരിക്കുന്ന കരുവായിരിക്കുന്നത് സമുദ്രജലം തന്നെയാണല്ലോ. ഇതുപോലെ നാനാവിധമായി പൊന്തിവരുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഇനങ്ങളും അറിവാണ്. ആ ഇനങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന കരുവും അറിവാണ്. ഇതെല്ലാം ചിന്ത ചെയ്ത് അഖണ്ഡബോധത്തിന്റെ ഏകാത്മഭാവത്തിൽ വിലയം ചെയ്യുന്നവന് ഈ വിശ്വപ്രപഞ്ചം ഒരു നിസ്തരംഗ സമുദ്രം പോലെ അനുഭവമായിത്തീരുന്നു. മനുഷ്യജന്മത്തിന് കിട്ടാവുന്ന ഏറ്റവും ഉന്നതമായ ഒരു ആധ്യാത്മിക നിലയാണിത്. സ്നേഹപൂർവം, രഞ്ജൻ കയനാടത്ത്.